എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള വാട്ടർ അതോറിറ്റിക്ക് കീഴിൽ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാമിന് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, സ്റ്റഡി പ്ലാൻസ് ഇവ എന്തൊക്കെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളും എക്സാമിനെ പറ്റിയുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. അപ്പോൾ എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ 431/2023 നെയിം ഓഫ് ഫേം വരുന്നത് കേരള വാട്ടർ അതോറിറ്റിയാണ്. നെയിം ഓഫ് പോസ്റ്റ് ലാബ് അസിസ്റ്റൻ്റ് ആണ്. സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് 25,800 രൂപ മുതൽ 59,300 രൂപ വരെ പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് 21 ആണ്. 21 വേക്കൻസീസ് ആണ് നിലവിലുള്ളത്. എക്സാം ഡേറ്റ് 13/7/2024 ആണ്. നിങ്ങൾക്ക് ഈ വർഷം ജൂലൈ 13 എക്സാം ഉണ്ടാവും. കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മാസം, അതായത് ഏപ്രിൽ 22 മുതൽ മെയ് 11 വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുക. അപ്പോൾ അവസാന ഡേറ്റ് വരെ കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ കൺഫർമേഷൻ കൊടുക്കാനുള്ളവർ കൊടുത്തോളൂ. നമ്പർ ഓഫ് ആപ്ലിക്കൻസ് 2,62,324 ആണ്. അപ്പോൾ കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും ഉള്ള ജനറലായ ഒരു സംശയമാണ് വാട്ട് ടു സ്റ്റഡി, നമുക്ക് എന്താണ് പഠിക്കേണ്ടത് എന്ന് നോക്കാം. MLT ടോപ്പിക്സ്, ലാബ് റിലേറ്റഡ് ആയിട്ടുള്ള MLT ടോപ്പിക്സ്, അത് VHSC ലെവലാണ്. +2 VHSC ലെവൽ MLT ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 50 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത്. അതിനുശേഷം ഫിസിക്സ് 15 മാർക്കിൻ്റെ ചോദ്യം, +1 +2 ലെവൽ ഫിസിക്സ്. ഓക്കെ, അതുപോലെ കെമിസ്ട്രി +1 +2 ലെവൽ ഫിസിക്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആ NCERT വെച്ച് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. നിങ്ങൾക്ക് 14 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ബയോളജി +1 +2 ലെവൽ തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിൽ ആകെ 14 മാർക്കിനാണ്. ബോട്ടണി 7 മാർക്ക്, സുവോളജി 7 മാർക്ക്, അങ്ങനെ മൊത്തം 14 മാർക്കിനാണ് ബയോളജി ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത്. മാത്സിൽ നിന്നും ചെറിയൊരു ഭാഗം +1 +2 ലെവൽ മാത്തമാറ്റിക്സും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ തന്നെ 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ മാത്സിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആകെ മൊത്തം 100 മാർക്കിനായിരിക്കും ഇത്തരത്തിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഒരു പ്രധാനപ്പെട്ട സംശയമായിരിക്കും ഹൗ ടു സ്റ്റഡി. അപ്പോൾ നിങ്ങൾക്ക് സിലബസ്, നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് PSCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. കാരണം +1 +2 ലെവൽ എല്ലാത്തിലും +1 +2 ലെവൽ എന്ന് പറയുന്നുണ്ടെങ്കിലും +1 +2 എല്ലാ ടോപ്പിക്സും നമ്മൾ പഠിക്കേണ്ടതായിട്ടില്ല. വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് മാത്രമേ നമ്മുടെ സിലബസിലുള്ളൂ. അപ്പോൾ അത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ആ സിലബസ് ആദ്യം കംപ്ലീറ്റ് ചെയ്യുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം ഫുൾ റിവിഷൻ. സിലബസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എക്സാമിൻ്റെ തലേ ദിവസമല്ല സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. എക്സാമിൻ്റെ ഒരു 45 ദിവസം മുമ്പെങ്കിലും നമ്മൾ കൃത്യമായിട്ടും ആ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കണം. അതിനുശേഷമാണ് നമ്മൾ ഫുൾ റിവൈസ് ചെയ്യേണ്ടത്. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആസ് മച്ച് ആസ് പോസിബിൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം പ്രാക്ടീസ് അഡീഷണൽ മോഡൽ എക്സാം ഫ്രം ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മോഡൽ എക്സാം പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്നാൽ മാത്രമേ ഈ മോഡൽ എക്സാം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ടൈം മാനേജ്മെൻറ്റ് നമ്മൾ പഠിക്കത്തുള്ളൂ. ആ ടൈമിനനുസരിച്ച് കൃത്യമായി നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും ഒക്കെ കഴിയത്തുള്ളൂ. അതുകൊണ്ട് മോക്ക് എക്സാംസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. അത് കൃത്യമായിട്ട് ടൈം വച്ച് തന്നെയുള്ള മോഡൽ എക്സാം കൃത്യമായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നിങ്ങൾ എടുക്കുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, ഇനി ഏതൊക്കെ ബുക്സാണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു. NCERT ആണ് പ്രധാനമായിട്ടും റെഫർ ചെയ്യേണ്ടത്. NCERT +1 +2 ബുക്സ്. നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഈ സബ്ജക്റ്റുകൾക്ക് NCERTയുടെ +1 +2 ബുക്സ് തന്നെ മതി. അതിൽ നിന്ന് എല്ലാമല്ല, സിലബസിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ കണ്ടെത്തി അത് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ലാബ് റിലേറ്റഡ് ടോപ്പിക്സ്, MLT ടോപ്പിക്സും ലാബ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഒരുപാട്, അതിൻ്റെ വെയിറ്റേജും കൂടുതലാണ്, മാർക്കും കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് VHSC മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയുടെ ബുക്സ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതുപോലെ ഡിപ്ലോമ MLT ബുക്സും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് MLT ടോപ്പിക്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ റെഫറൻസ് ബുക്സ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റെഫർ ചെയ്യേണ്ടത്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഏതൊക്കെ റെഫർ ചെയ്താൽ ഈ ഒരു എക്സാമിന് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും, കൂടുതൽ നമ്മുടെ വിജയസാധ്യത കൂടും എന്ന് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് വരുന്നത് ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ
ഓക്കെ, എക്സ്ക്ലൂഡ് കമ്പ്യൂട്ടർ. ലീഗൽ മെട്രോളജിയിൽ കമ്പ്യൂട്ടറിൻ്റെ ടോപ്പിക്സ് ഉണ്ടായിരുന്നു. മാത്രമല്ല ലീഗൽ മെട്രോളജി ഒരു ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് കുറച്ചുകൂടെ ഹയർ ലെവൽസ് ഓഫ് ക്വസ്റ്റ്യൻ വരും. സോ അതിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. കമ്പ്യൂട്ടർ ടോപ്പിക്സ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എക്സ്ക്ലൂഡ് ചെയ്ത് കളയാം. കാരണം നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ സിലബസിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു പോർഷൻ ഇല്ല. അതിനുശേഷം ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിൽ ഡയറി സയൻസ് ഒഴികെയുള്ള ബാക്കി ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ഡയറി ഫാമിൻ്റെ ക്വസ്റ്റ്യൻ കറക്റ്റ് അതേ ഒരു സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡയറി സയൻസ് ഒഴികെ എല്ലാ ടോപ്പിക്സും നിങ്ങൾ അതിൽ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം സെലക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഫ്രം ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇൻ ഹെൽത്ത് സർവീസ്. MLT റിലേറ്റഡ് ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എക്സാമിൻ്റെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാം ഹെൽത്ത് സർവീസിന് വേണ്ടിയിട്ടുള്ള. അതിനുശേഷം സ്റ്റേഷൻ ഓഫീസർ ഇൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, ഈ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ടോപ്പിക്സ് ആയിട്ട് വരുന്നത് എക്സ്ക്ലൂഡ് കമ്പ്യൂട്ടർ സയൻസ് എക്സ്ക്ലൂഡ് ചെയ്യണം. അതുപോലെ ജനറൽ നോളേജ് നമുക്ക് ആവശ്യമില്ല. ജോബ് റിലേറ്റഡ് ടോപ്പിക്സും നമുക്ക് ആവശ്യമില്ല. ബാക്കിയെല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സക്സസ് പെർസെൻറ്റേജ് കൂടുതലായിരിക്കും. അതുപോലെ മറ്റ് സോഴ്സുകളിൽ നിന്ന്, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞത് കേരള PSC തന്നെ നടത്തുന്ന എക്സാമുകളിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ആസ് മച്ച് ആസ് അത് നമ്മൾ കളക്ട് ചെയ്യുക, അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് മറ്റുള്ള സോഴ്സുകൾ ഏതൊക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ കേരള മെഡിക്കൽ എൻട്രൻസ് എക്സാമിൻ്റെ സയൻസ് റിലേറ്റഡ് ടോപ്പിക്സിന് കേരള മെഡിക്കൽ എൻട്രൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഇൻ ഫോറൻസിക് മെഡിസിൻ TNPSC തമിഴ്നാട് PSCയുടെ ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഇൻ ഫോറൻസിക് മെഡിസിൻ നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ലബോറട്ടറി ടെക്നീഷ്യൻ ഇൻ TNPC ആൻഡ് അതർ സ്റ്റേറ്റ് PSC എക്സാംസ്, ഈ മറ്റുള്ള സ്റ്റേറ്റിൻ്റെ PSC റിലേറ്റഡ് ആയിട്ടുള്ള ലബോറട്ടറി ടെക്നീഷ്യൻ പോസ്റ്റിലേക്കുള്ള മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള PSC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും കളക്ട് ചെയ്യാവുന്നതും അതും റെഫർ ചെയ്യാവുന്നതും പഠിക്കാവുന്നതുമാണ്, പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ അഡീഷണൽ മോക്ക് ടെസ്റ്റ് ഫ്രം എ സ്റ്റാൻഡേർഡ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് ഫീഡ്ബാക്ക് ആൻഡ് മെൻറ്റർഷിപ്പ്. ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റ് എടുക്കുക. അപ്പോൾ ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം കൃത്യമായിട്ട് ടൈമിനനുസരിച്ച് നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് എവിടെയൊക്കെയാണ് നിങ്ങൾ വീക്ക് ആയിട്ടുള്ളത്, എങ്ങനെയൊക്കെ ആ മേഖല സ്ട്രെങ്തൻ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അങ്ങനെ മനസ്സിലാവും. അതുകൊണ്ട് ഫീഡ്ബാക്കോട് കൂടിയ ഒരു മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഒരു ടോപ്പർ ആവാനായിട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സോ കംപ്ലീറ്റ് ദ കോമ്പറ്റീഷൻ ട്രയാങ്കിൾ. ആദ്യം ചെയ്യേണ്ടത് ഒരു കോമ്പറ്റീഷൻ ട്രയാങ്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രയാങ്കിളിന് 3 സൈഡ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ആ കോമ്പറ്റീഷൻ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് ആയിട്ട് വരിക? ഒന്ന്, ഫുൾ സിലബസ് കവറേജ്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ മുഴുവനായിട്ടുള്ള സിലബസ് കവർ ചെയ്യുക എന്നുള്ള കാര്യമാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഫുൾ റിവിഷൻ, നിങ്ങൾ മുഴുവനായിട്ട് റിവൈസ് ചെയ്യുക. ഈ 2 സ്റ്റെപ്പും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത സമയം എന്തിനാണ്? ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രാക്ടീസ് മാക്സിമം മോഡൽ എക്സാം. നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം മോഡൽ എക്സാം പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത് നിങ്ങളുടെ വിജയസാധ്യത കൂട്ടുകയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ ട്രയാങ്കിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി എക്സാമിലേക്ക് ഏകദേശം ഒരു 75 ദിവസമാണുള്ളത്. ആ ഒരു 75 ദിവസത്തേക്കുള്ള ആക്ഷൻ പ്ലാൻസ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. First, cover all topics and practice maximum topic-wise MCQs as early as possible. നിങ്ങൾക്ക് എക്സാമിൻ്റെ മാക്സിമം ഒരു 45 ദിവസം മുമ്പ് തന്നെ ടോപ്പിക്സ്, സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഇതിന് മുമ്പ് തന്നെ ഒരു ടെൻറ്റേറ്റീവ് സിലബസ് നമുക്ക് ഉണ്ടായിരുന്നു. ആ സിലബസിലുള്ള ഒരുവിധം ടോപ്പിക്സ് എല്ലാം ഈ ഒരു കൺഫേംഡ് ആയിട്ടുള്ള സിലബസിൽ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയും അതിനുശേഷം MCQs പ്രാക്ടീസ് ചെയ്യുകയും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്, അതായത് എക്സാമിന് 40-45 ദിവസങ്ങളിലും മുമ്പ് തന്നെ ഈ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം പ്രാക്ടീസ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് എഫക്റ്റീവ് ടൈം മാനേജ്മെൻറ്റ്. മാക്സിമം 10 ഡേയ്സിൽ തന്നെ ഇത് തീർത്തിരിക്കണം ഈ ഒരു സ്റ്റെപ്പ്. കാരണം സിലബസ് മുഴുവൻ കവർ ചെയ്താൽ മാത്രമേ നമുക്ക് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള MCQs അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ സിലബസ് കവറാക്കുക. അതിനുശേഷം
ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള MCQs പ്രാക്ടീസ് ചെയ്യുക. ടൈമിനനുസരിച്ച് തന്നെ നിങ്ങളത് സെറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുക. കൃത്യമായിട്ട് ടൈം എഫക്റ്റീവായിട്ട് ടൈം മാനേജ് ചെയ്യാനായിട്ട് അത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഡു ഓവറോൾ റിവ്യൂ ഓഫ് സബ്ജക്ട്സ് ആൻഡ് ഐഡൻറ്റിഫൈ ദ മിക്സിംഗ് ഏരിയാസ് ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. 10 ദിവസം കഴിയുമ്പോൾ, അതായത് ഈ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ടോപ്പിക്സിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ റീജിയൻസിലാണ് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ടിയിട്ട് വരിക, എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ ടൈം പോകുന്നത്, എങ്ങനെ നമുക്കതിനെ ഓവർകം ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഫീഡ്ബാക്കോട് കൂടിയ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കത് സാധിക്കും, അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ഏരിയാസിലാണ് ഇനിയുള്ള 10 ദിവസം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതും നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കേണ്ടതും. അതിനുശേഷം ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് ആൻഡ് ഹാവ് എ ക്വിക്ക് റിവിഷൻ ആൻഡ് മൈൻഡ് മാപ്പിംഗ് ജസ്റ്റ് ബിഫോർ 10 ഡേയ്സ്. എക്സാമിന് 10 ദിവസം കഴിയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ, കാരണം നിങ്ങൾ അത്രത്തോളം മോഡൽ എക്സാംസ് എഴുതിയിട്ട് ഇരിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കും ഏതൊക്കെയാണ് നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. ആ ഏരിയാസിനെ സ്ട്രെങ്തൻ ചെയ്യുകയാണ്, നിങ്ങൾക്ക് അവിടെ വന്നിട്ടുള്ള മിസ്റ്റേക്സ് തിരുത്തുക, ആ ഒരു റീജിയനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മേഖലയ്ക്ക് സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള മാക്സിമം റിവിഷൻ, പിന്നെ ആ ഒരു ഭാഗത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ വീക്ക് ആയിട്ടുള്ള ഏരിയ സ്ട്രെങ്തൻ ചെയ്തെടുക്കാനുള്ള സമയമാണ് ഇനിയുള്ള അവശേഷിക്കുന്ന 10 ദിവസം എന്ന് പറയുന്നത്. സോ അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ അധികം കൂടുതലായിരിക്കും. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ. നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക്